നമസ്കാരം. കഥകളി മുതൽ ടി വി സീരിയൽ വരെയുള്ള കലാരംഗങ്ങളിൽ പ്രതിഭ തെളിയിച്ച പ്രശാന്ത് നാരായണനാണ് ഇന്ന് നമ്മുടെ അതിഥി. കലാരംഗത്തെ തൻ്റെ അനുഭവങ്ങളും വിശേഷങ്ങളും പ്രശാന്ത് നാരായണൻ നമ്മോട് പങ്കുവയ്ക്കും. സ്വാഗതം. നമസ്കാരം. ഛായാമുഖി എന്ന ഒറ്റ നാടകമാണ് തങ്ങളെ ഏറ്റവും കൂടുതൽ പ്രശസ്തനാക്കിയത്. മോഹൻലാലിനെ വീണ്ടും തിരശീലയിൽ നിന്നും അരങ്ങത്തേക്ക് കൊണ്ടുവന്നു. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? വളരെ യാദൃശ്യമായിട്ടാണ് ഇത്തരമൊരു പ്രോജക്റ്റ് എന്നിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുകയും ഛായാമുഖി വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറെടുക്കുകയും ഒരു 6 മാസത്തെ സമയം കൊണ്ട് തയ്യാറെടുക്കുകയും ജനങ്ങളിലേക്ക് എത്തിച്ചേരുകയും ഒക്കെ ചെയ്തത്. ഇത് ഈ നാടകം മുൻപ് ഒരു അമേച്വർ കലാ സമിതി അവതരിപ്പിച്ച് മുകേഷ് ഏട്ടൻ കാണാനിടയായി. അപ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം അടുത്ത ദിവസം എന്നെ വിളിക്കുകയും നമുക്കിത് ചെയ്താൽ എന്താ എന്ന് ചോദിക്കുകയും മോഹൻലാൽ എന്ന് പറയുന്ന അദ്വിതീയനായിട്ടുള്ള ആൾ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തു. അത്തരം ഒരു പ്രോജക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യയിൽ എത്രയോ വളരെ പ്രസിദ്ധരായ എന്നേക്കാൾ കഴിവുള്ള എത്രയോ പ്രഗത്ഭരായ മറ്റ് നാടക സംവിധായകരും നാടക പ്രവർത്തകരും ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് നമുക്കങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ അത് മൊത്തം നാടകവേദിക്കും ഒരു ഉണർവായിരിക്കും എന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടും ആ പ്രോജക്റ്റ് ഏറ്റെടുക്കുകയായിരുന്നു. ധീരമായി ഏറ്റെടുക്കുക എന്നുള്ളൊരു ഇതിലേക്ക് എത്തിച്ചേർന്നു. വലിയ അനുഭവമാണ് ഛായാമുഖി തന്നത്. ഛായാമുഖി ഏറെ പേർ കണ്ടു, ഏറെ പേർ ആസ്വദിച്ചു, ഏറെ പേർ അതിൽ നിന്നും ഉത്സാഹഭരിതരായി നാടകവേദിയിലേക്ക് ആവേശത്തോടു കൂടി വന്നു. കോളേജ് സ്റ്റുഡൻസൊക്കെയാണ് ഏറ്റവും കൂടുതൽ നാടകവേദിയിലേക്ക് വീണ്ടും ആകർഷിക്കപ്പെട്ടത്. ഒരു 80കളിൽ 85കളിൽ നഷ്ടപ്പെട്ടു പോയ നാടക പാരമ്പര്യം വീണ്ടും ചേക്കേറിയത് സത്യത്തിൽ ഛായാമുഖി ശേഷമാണെന്ന് തന്നെയാണ് എൻ്റെ അനുഭവം. കാര്യം ഞാൻ പല കോളേജുകളിലും ഇപ്പോൾ അതിഥിയായി പോകുന്നു, അവിടെ ക്ലാസ് എടുക്കാൻ എന്നെ വിളിക്കുന്നു. കാലടി സംസ്കൃത സർവകലാശാല പോലുള്ള സ്ഥാപനത്തിലൊക്കെ നമുക്ക് ചെല്ലാൻ പറ്റുന്നു. അവിടെ ഉള്ളവരൊക്കെ അവർ കാണിക്കുന്ന നാടകത്തിനോട് കാണിക്കുന്നൊരു ഊർജ്ജമൊക്കെ ഛായാമുഖി എന്നുള്ള നാടകത്തിന് കിട്ടിയിട്ടുള്ള, ഇന്ത്യയിൽ കിട്ടിയിട്ടുള്ള ഒരു, പ്രത്യേകിച്ചും മോഹൻലാൽ എന്ന് പറയുന്ന മഹാനായ നടൻ, മുകേഷ് എന്ന് പറയുന്ന മഹാനായ നാടക പാരമ്പര്യമുള്ള കലാകാരൻ, അവരൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു വർക്ക് വന്നതുകൊണ്ടാണ് ഞാനും അതിലെ ഒരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പായി നിന്നുകൊണ്ട് ആ നാടകം അത്തരത്തിലെ ഒരു പൂർണ്ണതയും ഒരു അറിയും നാട്ടുകാരറിഞ്ഞതുമൊക്കെ അതുവഴിയാണ്. മോഹൻലാൽ വെള്ളിത്തിരയിൽ തിളങ്ങി നിൽക്കുന്ന മോഹൻലാലും ഒപ്പം മുകേഷും മാത്രമല്ല ഒരു പുരാണ കഥയാണ് അവതരിപ്പിക്കുന്നതും. അതൊരു എങ്ങനെയായിരുന്നു ചെയ്തത്? ഒരു വെല്ലുവിളി തന്നെയായിരുന്നു അത്? ഈ കാര്യത്തിൽ വെല്ലുവിളി എന്നൊന്നും പറയാൻ പറ്റില്ല. കാര്യം മോഹൻലാൽ എന്ന് പറയുന്ന അദ്ദേഹവും മുകേഷ് എന്ന് പറയുന്ന അദ്ദേഹവും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. 30 വർഷം കൊണ്ട് മലയാള സിനിമയിൽ കത്തി നിൽക്കുന്ന 2 പേർ തന്നെയാണ്. ക്യാമറയ്ക്ക് മുൻപിൽ കൊടുക്കുന്ന ഊർജ്ജത്തിനേക്കാൾ കുറച്ചുകൂടി ഊർജ്ജം കൊടുത്താൽ നാടകത്തിലേക്ക് എത്തുമെന്നും, എവിടെ എന്ത് എനർജി കൊടുത്താൽ എന്ത് റിസൾട്ട് കിട്ടുമെന്നും, എന്ത് ഇമോഷൻ കൊടുത്താൽ അത് ക്യാരക്ടറിന് ഇണങ്ങുമെന്നും വ്യക്തമായി ധാരണയുള്ളവരാണ് ഇവർ 2 പേരും. പ്രത്യേകിച്ച് നമ്മൾ ഛായാമുഖി ഗ്രൂപ്പിൽ വർക്ക് ചെയ്തിരിക്കുന്നവരെല്ലാവരും തന്നെ വളരെ പ്രിപ്പയർഡായിട്ടുള്ള തിയേറ്റർ ട്രെയിൻഡ് ആക്ടേഴ്സ് കൂടിയാണ്. അപ്പോൾ അത് അങ്ങനെ പറയാൻ പറ്റില്ല. അതൊരു വെല്ലുവിളിയൊന്നും അല്ല, അതൊരു വളരെ സന്തോഷത്തോടു കൂടിയാണ് പ്രോജക്റ്റ് ചെയ്തത്. എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഒരുമിച്ചിരുന്നുണ്ട്. വളരെ 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 കുടുംബം പോലെ ചെയ്തൊരു വർക്കാണ്. ONV കുറുപ്പിൻ്റെ പ്രശസ്ത കൃതിയായ ഉജ്ജയിനി ഇപ്പോൾ തങ്ങൾ നാടകമാക്കാനുള്ള ഒരുക്കത്തിലാണ്. തീർച്ചയായും മോഹൻലാലിനെ വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഛായാമുഖി നൽകിയ ഒരു ഊർജ്ജമാണോ ഇതിനെ പ്രേരിപ്പിച്ചത്? ഛായാമുഖിയേക്കാൾ വലിയ വെല്ലുവിളിയാണ്. ഛായാമുഖി വെല്ലുവിളിയല്ല എന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ഉജ്ജയിനി വെല്ലുവിളിയാണ്. കാരണം ഉജ്ജയിനി എന്ന് പറയുന്നത് മലയാള സാഹിത്യത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള കഥാകാവ്യ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു കൃതിയാണ്. ആ കൃതിയെ നമ്മൾ നാടകം എന്നുള്ളൊരു ഫോർമാറ്റിലേക്ക് മാറ്റുമ്പോൾ ഏറ്റെടുക്കേണ്ടി വരുന്നത് നാടകക്കാരൻ എന്നുള്ള നിലയിൽ ഒരു വലിയ വെല്ലുവിളിയാണ്. കവിയുടെ ആത്മസത്ത ചോർന്നു പോവാതെ കണ്ട് നാടകക്കാരൻ്റെ നീതി അരങ്ങത്ത് നടപ്പാക്കുക എന്നുള്ള സവിശേഷമായൊരു കർമ്മം കൂടി അതിൽ നിക്ഷിപ്തമാണ്. ഇല്ലെങ്കിൽ അത് പരാജയപ്പെട്ടു പോകും. നമ്മൾ ഒരു സീൻ വർക്ക് ഇപ്പോൾ 2 വരി കൊണ്ട് ONV സാർ എന്ന് പറയുന്ന മഹാകവി
വ്യക്തമാക്കിയിരിക്കുന്ന സാധനം ഒരു ആശയം നമുക്ക് അരങ്ങത്ത് വിപുലപ്പെടുത്താൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. പോയറ്റിക് ഇമേജും വിഷ്വൽ ഇമേജും രണ്ടും രണ്ട് തന്നെയാണ്. അപ്പോൾ ഇത് കൺസീവ് ചെയ്ത് ഇതിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ ക്രിയയാണ്. ഞാൻ 2 വർഷമായിട്ട് ഈ കൃതി നിരന്തരം വായിക്കുകയും നിരന്തരം വെട്ടിയും തിരുത്തിയും തൃപ്തി വരാതിരിക്കുന്നൊരു മനുഷ്യനാണ്. ആസ് എ ക്രിയേറ്റീവ് പേഴ്സൺ ഞാൻ പറയുകയാണെങ്കിൽ അതാണ് എൻ്റെ. ഇപ്പോൾ ക്ലൈമാക്സ് നമ്മൾ ഇപ്പോഴും ക്ലൈമാക്സിൻ്റെ പൊസിഷൻസിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് എഴുത്ത് പൂർണ്ണമാണ് എന്ന് പറയാൻ സാധിക്കില്ല. എന്നാലും പ്രോജക്റ്റ് ഓണാണ്. അദ്ദേഹം വളരെ ആവേശപൂർവ്വമാണ്, മോഹൻലാൽ സാറാണ് ഈ പ്രോജക്റ്റ് കൊണ്ടുവന്നത്. എന്നോട് ഉജ്ജയിനി ചെയ്യണമെന്ന് ആദ്യം ആവശ്യപ്പെടുന്നത് ലാൽ സാർ തന്നെയാണ്. അതിൽ വളരെ സന്തോഷം തോന്നി. പിന്നീടാണ് ഞാൻ അറിയുന്നത് ഉജ്ജയിനിയാണ് ചെയ്യേണ്ടത്. ഉജ്ജയിനി വളരെ ഡിഫിക്കൽട്ടാണ്, ചുമ്മാ ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു നാടകമല്ല. അച്ഛനിൽ നിന്നാണോ ഈ കല? തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. അച്ഛനാണ് എൻ്റെ ആദ്യത്തെ ഗുരു, വെളിച്ചം തന്ന മനുഷ്യൻ. സംസ്കൃതം പഠിപ്പിക്കാനും അമരകോശം, കുമാരസംഭവം പോലുള്ള കൃതികൾ വായിക്കാനും ഒക്കെ ഒരു 10 വയസ്സ് തൊട്ടൊക്കെ നമ്മളെ ട്യൂൺ ചെയ്ത ആളാണ്. പിന്നെ നിരന്തരമായി കഥകളി കാണാൻ കൊണ്ടുപോകുന്നൊരു ശീലം ഉണ്ടായിരുന്നു. കഥകളി 7ാമത്തെ വയസ്സിൽ പഠിച്ചു തുടങ്ങാൻ പറ്റി. കഥകളി പഠിച്ചു മറന്നതുകൊണ്ടാണ് എനിക്ക് നാടകം ചെയ്യാൻ പറ്റുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കഥകളിയുടെ എനർജി എടുത്തിട്ട് കഥകളിയുടെ ഈ ബാഹ്യമായ കാര്യങ്ങൾ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ കേരളത്തിന് നാടകം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കേരളത്തിന് തനതായ ഒരു നാടകവേദി ഇല്ല എന്ന് വാദിക്കുന്നവരാണ് കൂടുതൽ. പക്ഷേ കഥകളിയുടെ ബാഹ്യ അംശം എടുക്കാതെ കണ്ട് അതിൻ്റെ അഭ്യാസക്രമങ്ങളും അഭിനയ രീതികളും നാടകത്തിൻ്റെ അന്തസ്സത്ത ചോർന്നു പോവാത്ത രീതിയിൽ അപ്ലൈ ചെയ്യാമെങ്കിൽ മലയാളത്തിന് സ്വന്തമായ ഒരു നാടക പദ്ധതി ഉണ്ടായി വരാം. അങ്ങനെ ഒരു കോട്ടിങ് പ്രശസ്തനായ CN ശ്രീകണ്ഠൻ നായർ സാറ് എഴുതിയിട്ടുണ്ട്. ജപ്പാൻ്റെ നാടകവേദി കബൂക്കി നോയുമാണെങ്കിൽ എന്തുകൊണ്ട് മലയാളത്തിൻ്റെ നാടകവേദി കഥകളിയല്ലാതെ മറ്റൊന്നാവുന്നു? ഈ കഥകളിയിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പാരമ്പര്യ കലകളെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയൊരു നാടകരൂപം മലയാളത്തിൻ്റെതായി ഉയർത്തെഴുന്നേൽക്കും. അത് പ്രതിഭാശാലികളായ ഒരു പറ്റം ആൾക്കാരുടെ രക്തത്തിൽ കുതിർന്നായിരിക്കും ഉണ്ടായി വരിക എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് നമ്മൾ എത്തിപ്പെടും തന്നെയാണ് എൻ്റെ വിശ്വാസം. കാര്യം കഥകളി പഠിച്ച് മറക്കണം എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. കുട്ടിക്കാലത്ത് കഥകളി പഠിച്ച് ആദ്യകാലത്ത് കഥകളിയൊക്കെ അവതരിപ്പിച്ചിരുന്നു. പിന്നീട് ആട്ടക്കഥ എഴുതാൻ തുടങ്ങി. ഞാനൊരു ആട്ടക്കഥ എഴുതി. ആദ്യം അച്ഛൻ്റെ മരണം കഴിഞ്ഞു. അച്ഛൻ്റെ അനുസ്മരണത്തിനൊരു ആദ്യത്തെ വർഷം അച്ഛൻ എഴുതിയ ഒരു കഥ തന്നെ വെച്ചു. 2ാമത്തെ വർഷം അച്ഛൻ്റെ അനുസ്മരണം വയ്ക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വെറുതെ തോന്നിയതാണ്. ഒരു ദിവസം തോന്നി ഒരാട്ടക്കഥ എഴുതണം. പക്ഷേ അത് അശുദ്ധമാവിൻ്റെ അവസ്ഥയാണ് എനിക്കപ്പോൾ. മീൻസ് അച്ഛൻ മരിച്ചുപോയി, കാലത്തിനോടുള്ള ഒരു തരം പ്രതിഷേധം. അശുദ്ധമാവിൻ്റെ അച്ഛനെ കൊന്നത് ദൃഷ്ടദ്യുമ്നനാണെങ്കിൽ കാലമാണ് എൻ്റെ അച്ഛനെ എടുത്തത് എന്നുള്ള ഇതിൽ അച്ഛനെ സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഭാരതാന്തം എന്ന് പറഞ്ഞിട്ട് ഉള്ള ഭാരതാന്തം എന്ന് പറഞ്ഞ കഥ എഴുതുന്നത്. താതാ നിലവിൻ നിലാവിൽ നിന്നാർദ്രമാം വദനം ഇതാ ഞാൻ കാണുന്നു എന്നാണ് ആ കഥ തുടങ്ങുന്നത്. അത് എൻ്റെ ഗുരുനാഥൻ അശുദ്ധമായിട്ട് അഭിനയിച്ചു. വലിയ ഭാഗ്യമാണ്. എന്നെ കഥകളി പഠിപ്പിച്ച ശ്രീ ചന്ദ്രമന ഗോവിന്ദൻ നമ്പൂതിരി, അദ്ദേഹം എനിക്ക് വലിയ മോട്ടീവായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് വളർന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നാടക കളരി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ കഥകളിയിൽ നിന്ന് പതുക്കെ നാടകത്തിലേക്ക് വരികയും ശങ്കർപിള്ള സാറിൻ്റെ നാടക ശീലങ്ങളിലേക്കൊക്കെ പതുക്കെ വരികയൊക്കെ ചെയ്തത്. ഒരുപക്ഷെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ആട്ടക്കഥാകൃത്ത് കൂടിയാണ്. ഇപ്പോഴും ഈ കഥകളി രംഗത്ത് സജീവമാണോ? ഇല്ല, ഞാൻ വേഷക്കാരനാണ്. ഞാൻ സത്യത്തിൽ വേഷമാണ് പഠിച്ചത്. കഥകളി കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് അഭ്യാസമില്ലാതെ കഥകളി നടനായി തുടർന്നാൽ അത് കഥകളി എന്ന് പറയുന്ന സമഗ്ര കലയ്ക്ക് ദോഷമാണ്. അത് ആര് ചെയ്താലും. കാര്യം എനിക്ക് അഭ്യാസ ഗുണമില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ ആസ് എ കഥകളി പെർഫോമർ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. 10-18 വർഷം കലാമണ്ഡലം പോലുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരുടെ ശരീരത്തിലെ വരുന്ന നിലകൾ എൻ്റെ ശരീരത്തിൽ വരില്ല എന്ന് ഞാൻ റിയലൈസ് ചെയ്തോ അന്ന് ഞാൻ കഥകളി നടൻ എന്നുള്ള എൻ്റെ കുപ്പായം അഴിച്ചു വയ്ക്കുകയായിരുന്നു. കാര്യം കഥകളി എന്ന് പറയുന്ന ഒരു സപര്യ പോലെ കൊണ്ടു നടക്കേണ്ടുന്ന ശരീരത്തിലും മനസ്സിലും ശബ്ദത്തിലും ആത്മാവിലും എല്ലാം എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു വലിയ കലാരൂപമാണ് കഥകളി. വളരെ നിസ്സാരമായി ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കലയേ അല്ല. അപ്പോൾ അതിന് ഞാൻ അത്രത്തോളം പ്രാപ്തനല്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ ഞാൻ കഥകളിയിൽ നിന്ന് വളരെ ബുദ്ധിപൂർവ്വം പിന്മാറി.
പക്ഷേ അതിൻ്റെ സാഹിത്യം എനിക്കിഷ്ടമാണ്, അത് ആസ്വദിക്കുന്നത് എനിക്കിഷ്ടമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് കഥകളി നടന്മാരെയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കാല് തൊട്ട് വന്നിരിക്കുന്നതും കഥകളി നടന്മാരെയാണ്. കഥകളിയിൽ നിന്ന് പിന്നെ നാടകത്തിലേക്കായിരുന്നു ചുവട് വെച്ചത്. ഈ രംഗത്ത് ഛായാമുഖി താങ്കളുടെ ഏറ്റവും വലിയ ഒരു സംഭാവന കൂടിയാണ്. മറ്റേതൊക്കെയായിരുന്നു നാടകരംഗത്തുള്ള ഒരു എക്സ്പീരിയൻസ്? നാടകത്തിൽ ഞാൻ വരുന്നത് ഈ ചന്ദ്രമനയിൽ വെച്ച് തന്നെ. അന്ന് അവിടെ കലാവേദി എന്ന് പറഞ്ഞിട്ടൊരു നാടക സംഘം ഉണ്ടായിരുന്നു. ശങ്കരപ്പിള്ള സാറിൻ്റെ നാടകങ്ങളാണ് അവതരിപ്പിച്ചിരുന്നത്. ശങ്കരപ്പിള്ള സാറിൻ്റെ നാടകങ്ങൾ 6-7 ഞങ്ങൾ കളിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്കൂൾ ഓഫ് ഡ്രാമയെക്കുറിച്ചിട്ടുള്ളൊരു അറിയിപ്പ് കിട്ടുകയും നമ്മുടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കാൻ പോയാൽ അപ്പോൾ പൂനെയിൽ പോകണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. കാര്യം സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് കൊച്ചിലെ ഒരു ആഗ്രഹമുള്ള ഒരു വലിയ കാര്യമായിരുന്നു. ധനം മോഹിച്ചിട്ടോ ഒന്നുമല്ല, ഒരു ആഗ്രഹം. അപ്പോൾ പൂനെയിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹം വന്നപ്പോൾ പൂനെ പോവാൻ സമയമായപ്പോൾ അച്ഛൻ്റെ മരണം വന്നു. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞാൽ മാത്രമേ പൂനെയിലന്ന് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് സ്കൂൾ ഓഫ് ഡ്രാമയിലാണെങ്കിൽ പ്രീ ഡിഗ്രി മതി ക്വാളിഫിക്കേഷൻ. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുകയും ചെയ്തു. അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് നേരെ സ്കൂൾ ഓഫ് ഡ്രാമ പോയി ചേരുകയായിരുന്നു. പക്ഷേ ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയും പൂർത്തീകരിക്കാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ ഭാരതാന്ത ആട്ടകഥ അവിടെ കലാമണ്ഡലത്തിലെ പഠിച്ചിറങ്ങിയ കുട്ടികളെല്ലാവരും കൂടെ ചേർന്നിട്ട് അത് ചിട്ടപ്പെടുത്തുകയും അതിൻ്റെ തിരക്കുകളൊക്കെ വന്നപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ സ്വാഭാവികമായ അറ്റൻഡൻസ് കുറഞ്ഞു. യൂണിവേഴ്സിറ്റിയുടെ വ്യവസ്ഥകൾക്കനുസരിച്ച് എനിക്ക് എക്സാം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ലാസ്റ്റ് സെം രണ്ട് സെം എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അത് കോംപ്രമൈസ് ചെയ്യാൻ അന്നത്തെ അധികാരികൾക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ പുറത്തായതല്ല, ഞാൻ പുറത്ത് പോയതാണ്. പുറത്ത് പോയി പിന്നെ കുറേ അലഞ്ഞ് നടന്നു. നമ്മളെ വളരെ പ്രതീക്ഷയോടുകൂടി വീട്ടിൽ നിന്ന് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കാൻ വിട്ടവരല്ലേ വീട്ടുകാർ. നമ്മൾ ഒന്നുമില്ലാതെ ചെന്ന് കയറുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു ഫീൽ വെച്ചത് പിന്നെ ഒരു അലച്ചിലായിരുന്നു. നല്ല അലച്ചിലുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞു കുഞ്ഞു നാടകങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചു. സ്കൂൾ നാടകങ്ങൾ ചെയ്യുക, മത്സര നാടകം ചെയ്യുക, അങ്ങനെ. പക്ഷേ എനിക്ക് ആ മത്സര നാടകങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. നമ്മളൊരു വലിയ ഫ്രെയിമിലേക്കൊരു പ്ലേ വയ്ക്കുമ്പോൾ എനിക്ക് എൻ്റെ അതുവരെയുള്ള പാസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹോംവർക്കായിരുന്നു. സ്റ്റേജിൻ്റെ ക്രാഫ്റ്റ് എന്ന് പറയുന്നതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ബോധം ഉണ്ടാക്കി തരുന്നത് അത്തരം ടൂളുകളിൽ നിന്നാണ്. ഇപ്പോൾ ഛായാമുഖിയിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് ഞാൻ 12 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ 20 നാടകങ്ങളോളം അന്ന് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. മേജർ പ്രൊഡക്ഷൻസ് ഞാൻ അതിൽ തന്നെ 12 ചെയ്തിട്ടുണ്ട്. 12. ഇതെല്ലാം അതിൻ്റെ എക്സ്റ്റൻഷനാണ്. അത് എത്തി നിന്നത് ഛായാമുഖിയിലാണ്. അത് കഴിഞ്ഞിട്ടും പിന്നെ ഞാൻ പ്ലേ ചെയ്തു, 2 പ്ലേകൾ ചെയ്തു. അത് പക്ഷേ അത്തരം ഒരു വെൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒന്നും അതിന് വരില്ല. കാര്യം പത്മശ്രീ മോഹൻലാൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു വർക്ക് പോലെ അല്ലല്ലോ മറ്റുള്ള വർക്കുകൾ വരുന്നത്. നാടകം അത്തരത്തിൽ ആണ്. ഈ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ള ആ ആഗ്രഹവും പിന്നീട് സാധിച്ചു. ഏതൊക്കെ സിനിമയിലാണ്? ഞാൻ ഒരു സിനിമയിലേ അഭിനയിച്ചിട്ടുള്ളൂ. ഏത് സിനിമയിലായിരുന്നു? വളരെ നല്ല സിനിമയാണ്, ശേഷം എന്ന് പറഞ്ഞ സിനിമയിലാണ്. അത് ശ്രീ TK രാജീവ് കുമാർ സാറിന് ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. അതിനകത്തൊരു സൗണ്ട് റെക്കോർഡേഷൻ്റെ റോളാണ്. 5 സീനേ ഉള്ളൂ. പക്ഷേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ തുടർന്ന് എനിക്ക് സിനിമയിൽ എനിക്ക് അവസരങ്ങൾ കിട്ടിയില്ല. അല്ലെങ്കിൽ ഞാൻ അതിന് ഒരുപാട് ശ്രമിച്ചില്ല. കാര്യം അപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ നാടകമായി കൂടുതൽ പ്രാധാന്യം. അപ്പോൾ സിനിമ വരികയാണെങ്കിൽ ചെയ്യാം. പിന്നെ രൂപപരമായ പ്രശ്നങ്ങൾ, അന്ന് എനിക്ക് താടിയും മുടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് എടുക്കേണ്ടി വന്നതും വളരെ രസകരമായ അനുഭവം. പത്രപ്രവർത്തനമായിട്ട് മാറുകയും വളരെ പോപ്പുലറായിട്ടുള്ള ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മുടിയും താടിയൊക്കെ വളർത്തിയ രൂപത്തിലാണ് ചെന്ന് കയറുന്നത്. അന്ന് ഞാൻ 21 സീരിയലോളം അഭിനയിച്ചിട്ട് നിൽക്കുന്ന സമയമാണ്. വജ്രം ഡോക്ടർ ജനാർദ്ദനൻ്റെ അതിൽ മെയിൻ വില്ലൻ ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. മണിലാൽ ഗോൾഡ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ട്. പിന്നെ അങ്ങനെ ഒരു 10-21 സീരിയൽ ചെയ്ത് വരുന്ന സമയത്ത് ഒരു സ്ക്രിപ്റ്റ് എഴുതേണ്ടി വന്നു. അപ്പോൾ റൈറ്റർ, ഞാൻ നാടകം എഴുതുന്ന ആളായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. ഞാൻ എഴുതാൻ സമ്മതിച്ചു. അപ്പോൾ സീരിയൽ അഭിനയത്തിൽ നിന്ന് ഞാൻ പതുക്കെ മാറി. പിന്നെ സിനിമ എന്നൊക്കെ പറയുന്നൊരു യോഗമാണ്. ഇപ്പോൾ ഞാനൊരു സിനിമ പ്ലാൻ ചെയ്യുന്നു. ഇപ്പോൾ സിനിമ ചെയ്യണമെന്ന് എനിക്കിപ്പോൾ ആഗ്രഹമുണ്ട്. ഞാൻ സ്ക്രിപ്റ്റ് തീർത്ത് വച്ചിരിക്കുന്നു. ഇതിനൊരു സമയമുണ്ട്. ഇപ്പം എന്തിനും സമയമുണ്ടെന്ന് പറയുന്ന പോലെ ഇതിനൊരു സമയമുണ്ട്. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. എല്ലാം ഹാപ്പനിങ് ആണ്. ഛായാമുഖി മോഹൻലാൽ മുകേഷ് പ്രോജക്റ്റായി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല.
പക്ഷേ അതിനു വേണ്ടിയുള്ള അധ്വാനം ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ജോലി ചെയ്താൽ വരേണ്ടത് വന്നോളും. സിനിമ ചെയ്യണം, അതുതന്നെയാണ് ആഗ്രഹം. അതിനുള്ള വഴി വരും എന്ന് തന്നെയാണ്. എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. പിന്നെ സിനിമയിൽ പാട്ടെഴുതാൻ വിളിക്കുന്നു. ഇപ്പോൾ ഒന്നും ഞാൻ കൈവയ്ക്കുന്നില്ല. ഇപ്പം പാട്ടെഴുതാൻ വിളിച്ചു. കഴിഞ്ഞ ദിവസം പോലും ഒരു വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരാളുടെ സിനിമയിൽ പാട്ടെഴുതാൻ ഛായാമുഖിയിലെ പാട്ട് കേട്ടിട്ടാണ് ഞാൻ വിളിക്കുന്നതെന്ന് പറഞ്ഞ് വിളിച്ചു. സന്തോഷം. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇപ്പം ഞാനൊരു സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു, മഴയറിയാതെ എന്ന് പറഞ്ഞിട്ട്, കെ രാജീവിൻ്റെ. ഈ സിനിമയിൽ അവസരങ്ങൾ കൂടുതൽ കിട്ടിയില്ല എന്ന് പറഞ്ഞു, പക്ഷേ സീരിയലുകളിൽ അങ്ങനെയായിരുന്നില്ല. ഒരുപാട് സീരിയലുകൾ താങ്കൾ അഭിനയിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഈ സീരിയൽ രംഗത്തേക്കുള്ളൊരു വരവ്? സീരിയൽ രംഗം ഈ സ്കൂൾ ഓഫ് ഡ്രാമ പോലൊരു സ്ഥാപനമൊക്കെ കഴിഞ്ഞിട്ടേ ഈ ഒന്നുമില്ലാതെ അർത്ഥപ്പട്ടിണിയുടെ ഒരവസ്ഥ ആണ് സത്യത്തിൽ അന്നുണ്ടായിരുന്നത്. ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറയുന്ന കണ്ടീഷൻ ഫേസ് ചെയ്യാണ്. വ്യക്തി യൗവനത്തിലേക്ക് കടക്കുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുകയും ഒരുപാട് സ്വപ്നങ്ങൾ കാണുകയും ചെയ്താൽ ഉണ്ടാകുന്നൊരു തരം ഡിപ്രഷൻ ഉണ്ടല്ലോ. ആ ഡിപ്രഷനിൽ നിൽക്കുന്ന സമയത്താണ് ഡോക്ടർ ജനാർദ്ദനെ ഞാൻ വളരെ യാദൃശ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഞാനൊരു നാടകം ചെയ്തിട്ട് നിൽക്കുന്ന സമയമാണത്. വജ്രമുഖൻ എന്ന് പറയുന്ന നാടകം. അത് അദ്ദേഹം കണ്ടിരുന്നു. എനിക്ക് ആദ്യം ഈ നാടകം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോൾ എനിക്ക് ആദ്യം വരുന്ന കോൾ ഡോക്ടർ ജനാർദ്ദൻ്റെയാണ്. രണ്ടാമതാണ് എന്നെ കാവാലം നാരായണ പണിക്കർ സാർ വിളിക്കുന്നത്. വിളിച്ചിട്ട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ അത്തരമൊരു പരിചയമുണ്ട്. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഡോക്ടർ ജനാർദ്ദൻ്റെ നാടകങ്ങൾ എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിരുന്നു. ഞാനദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. രാജകുമാരനായിരുന്നില്ല പോലുള്ള നാടകം. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ യാദൃശ്യമായിട്ട് കണ്ടപ്പോൾ ഞാൻ എൻ്റെ അപ്പോഴത്തെ അവസ്ഥ പറഞ്ഞു. ജനമ ഇങ്ങനെയാണ് എൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ വെയിറ്റ്, മുടി വെട്ടണ്ട എന്ന് മാത്രം പറഞ്ഞു. അത് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഞാൻ വജ്രത്തിൽ വന്നു. പിന്നെ അത് കഴിഞ്ഞ് താലി, വിധി, ഓളങ്ങൾ, മരുഭൂമിയിൽ പൂക്കാലം, കുറേ സീരിയലുകൾ ചെയ്തു. അതെൻ്റെ എക്സിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് സഹായിച്ചു. ഇപ്പോഴും സഹായിക്കുന്നു. ഇപ്പം ഞാൻ മഴയറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു സിനിമ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് പറഞ്ഞു. അതിൻ്റെ വിശേഷങ്ങളൊന്ന് പങ്കുവെക്കാം. സിനിമയൊക്കെ എന്നൊക്കെ പറയുന്നത് നടന്നെന്ന് പറയാൻ പറ്റും. അത് വരട്ടെ, അത് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ, ഗുരുത്വം ഉണ്ടാവട്ടെ, സമയം ഉണ്ടാവട്ടെ, ആരോഗ്യം ഉണ്ടാവട്ടെ, ആൾക്കാരെല്ലാവരും വരട്ടെ. മീൻസ് നമ്മൾ ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ടാവട്ടെ, നല്ല ഒരു സെറ്റപ്പ് ഉണ്ടാവട്ടെ. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ മാത്രം നമ്മളൊരു സിനിമ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ എന്താണ്, ഏറ്റവും മനോഹരമായ ചേരുവയില്ലാതെ ഒരു ചിക്കൻ കറി, മസാല ഇല്ലാതെ ചിക്കൻ കറി ഉണ്ടാക്കുന്ന അവസ്ഥ പാടില്ലല്ലോ. മീൻസ് അത്ര പ്രോപ്പറായിട്ടുള്ളൊരു അങ്ങനെ ഉണ്ടെങ്കിൽ സിനിമ ചെയ്യൂ. ഒരു പത്രപ്രവർത്തകനായിട്ടും താങ്കൾ സേവനമനുഷ്ഠിച്ചിരുന്നു. ഒരു പത്രപ്രവർത്തകൻ്റെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? അതായിരുന്നു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അങ്ങും മീഡിയ പേഴ്സണാണ്. ഒരു പത്രപ്രവർത്തകനായിട്ടും താങ്കൾ സേവനമനുഷ്ഠിച്ചിരുന്നു. ഒരു പത്രപ്രവർത്തകൻ്റെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? അതായിരുന്നു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അങ്ങും മീഡിയ പേഴ്സണാണ്. അന്ന് ഒരുപാട് മഹാമനുഷ്യരെ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റി. നായനാർ എന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു. എത്രയോ പേരെ, ഇപ്പോൾ നമ്മൾ വളരെ റെപ്യൂട്ടഡ് ആയിരിക്കുന്ന ഒരുപാട് പേരെ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റി. ഏറ്റവും വിശേഷകരമായിട്ട് സാർസ് എന്ന് പറഞ്ഞ രോഗം ബാധിച്ച എന്ന് സംശയിക്കപ്പെട്ട ഒരാൾ പോയി എനിക്ക് സാഹസികമായ ഒരു ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഞാനിപ്പോഴും പത്രപ്രവർത്തനത്തിൽ വളരെ തൽപരനാണ്. ഞാൻ ചെറിയ ലേഖനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ അത്യാവശ്യം എഴുതുന്നുണ്ട്. കലാപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പിന്നെ കവിതകൾ അത്യാവശ്യം വരുന്നുണ്ട്. അങ്ങനെ പോകുന്നു. അച്ഛൻ ഒരു സാഹിത്യകാരനും ആട്ടക്കഥ രചയിതാവുമൊക്കെ ആയിരുന്നു. കുടുംബത്തെക്കുറിച്ച് കൂടുതലായിട്ട്? അച്ഛൻ വെള്ളായണി നാരായണൻ നായർ. അച്ഛൻ 14 ആട്ടക്കഥകളോളം എഴുതിയിട്ടുണ്ട്. അച്ഛൻ്റെ കഥകളിൽ ചിലതൊക്കെ ഇപ്പോഴും കളിക്കുന്നുണ്ട്. അയ്യപ്പ എഴുതൊക്കെ വളരെ പോപ്പുലറായിട്ട് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛനൊരു കലാകാരൻ തന്നെയായിരുന്നു. ഇപ്പോൾ സമ്പൂർണ്ണനായ കലാകാരൻ. അമ്മ വീട്ടമ്മ, ശാന്തകുമാരി അമ്മ. വളർത്തിയത് ഒക്കെ അമ്മയാണ്. അമ്മ വളരെ സപ്പോർട്ടാണ്. അമ്മയാണ് എൻ്റെ എല്ലാം. എത്ര നമ്മൾ ക്ഷുഭിതനായാലും അതിലൊന്നും തളർന്നു പോവാതെ എന്നും കാത്തുകൊള്ളുന്ന കണ്ണീരായി അമ്മ വർത്തിക്കുന്നു എന്ന് പറയുന്ന പോലെ ഒരമ്മ പാവം. 2 സഹോദരന്മാരുണ്ട്. മൂത്ത ആൾ അധ്യാപകനാണ്, മഹേഷ്. വിവാഹിതനാണ്. അദ്ദേഹത്തിനൊരു മകൻ കണ്ണൻ.
ചേട്ടത്തി ശാന്തി, രണ്ടാമത്തെ ചേട്ടൻ അശോക് കുമാർ. കലാരംഗത്ത് സജീവമായിരിക്കുമ്പോഴും താങ്കൾ മൃഗസംരക്ഷണ വകുപ്പിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. സാംസ്കാരിക വകുപ്പിന് കീഴിലേക്ക് മാറാൻ ഏറെ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതെ. എന്തുകൊണ്ടാണ് അത് നടക്കാതെ പോകുന്നത്? ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന പോസ്റ്റ് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന വളരെ ടെക്നിക്കലായിട്ടുള്ള പോസ്റ്റാണ്. അതിൽ നിന്നും ഒരു മാറ്റം തരാൻ സർക്കാർ വിചാരിച്ചാൽ സാധിക്കാം. പക്ഷേ അതിനകത്ത് ഒരുപാട് കടമ്പകളുണ്ട്. കാര്യം KSR അനുസരിച്ചിട്ട്, കേരള സർവീസ് റൂൾസ് അനുസരിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിന് പാരലായിട്ടുള്ള പോസ്റ്റ് ഉണ്ടാവണം, അവിടെ നമ്മളെ പ്ലേസ് ചെയ്യാൻ പറ്റണം, നമ്മുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് പരിഗണിക്കണം. അത്തരം കാര്യങ്ങളൊക്കെ സർവീസിലിരിക്കുമ്പോൾ പരിഗണിക്കേണ്ടി വരും. അപ്പോൾ അതിന് കാലതാമസം ഉണ്ടാവുമായിരിക്കും. നമ്മുടെ പ്രമുഖരായ ഭരണകർത്താക്കൾ അത് സവിനയം നമ്മളെ പരിഗണിക്കുന്നു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഛായാമുഖി എന്ന നാടകത്തിലെ 14 ഗാനങ്ങളും എഴുതിയതും താങ്കൾ തന്നെയാണ്. ഇതിലേതെങ്കിലും ഒരു ഗാനം പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ആലപിക്കാമോ? തീർച്ചയായും. താമരപ്പോർ മുലക്കച്ച കെട്ടി താളത്തിലാടി കുഴഞ്ഞു കൊഞ്ചി കൈവള തട്ടി കരിമഷി വാലിട്ടെഴുതി അവർ മൂന്നും ആണേതൊരു പെണ്ണേതെന്നറിയാത്തൊരു ഭാവത്തിൽ കാമിനി രൂപം ചമഞ്ഞു നീങ്ങി, മെല്ലെ കാമിനി രൂപം ചമഞ്ഞു നീങ്ങി. സമയപരിമിതി മൂലം നമുക്ക് ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. നമസ്തയിൽ അതിഥിയായി എത്തിയതിന് വളരെ നന്ദി. ഒപ്പം എല്ലാവിധ ആശംസകളും. ജയ് ഹിന്ദിനും ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്കും എൻ്റെ അഗൈതവുമായ നന്ദി. നമസ്കാരം.